നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. സ്വന്തം നാട്ടിൽ തന്നെ ജോലിയുള്ളപ്പോൾ എന്തിന് വിദേശത്ത് പോകണം? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇപ്പോൾ പലരും വിദേശത്തേക്ക് പോകാനാണ് ഏറ്റവും കൂടുതൽ തിടുക്കം കൂട്ടുന്നത്. അതേസമയം തന്നെ ഇന്ത്യയിൽ ജോലി ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഇവയിൽ തന്നെ റെയിൽവേയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന 10,000-കണക്കിന് യുവാക്കൾ കാത്തിരുന്ന ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ NFR 6,777 അപ്രന്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സും ബന്ധപ്പെട്ട ട്രേഡിൽ ITI യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വലിയ അവസരമാണ്. തെരഞ്ഞെടുപ്പ് എഴുത്തുപരീക്ഷ ഇല്ലാതെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും. ബീഹാർ, ആസാം, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഒഴിവുകൾ. കേരളത്തിൽ തൽക്കാലം ഒഴിവുകൾ പറഞ്ഞിട്ടില്ല. 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് പ്രായപരിധി. അപേക്ഷകൾ ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 19 വരെ അപേക്ഷിക്കാം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, പത്തോളജി, റേഡിയോളജി ട്രേഡുകൾക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 50% മാർക്കോടെ വിജയിച്ചിരിക്കണം. പ്രധാന ട്രേഡുകൾ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ടർണർ, മെഷീനിസ്റ്റ്, പ്ലംബർ, കാർപ്പൻ്റർ, വയർമാൻ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഡീസൽ മെക്കാനിക്, കോപ്പ, പെയിൻറ്റർ, ഡ്രാഫ്റ്റ്സ്മാൻ, സർവേയർ, ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് തുടങ്ങി നിരവധി ട്രേഡുകളിലാണ് പരിശീലന അവസരങ്ങളുള്ളത്. ഈ റിക്രൂട്ട്മെൻറ്റിൽ എഴുത്തു പരീക്ഷയില്ല. അതായത് അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത് SSLC 10ാം ക്ലാസ്സിലെയും ITIയിലെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നല്ല മാർക്കുള്ളവർക്ക് മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപേക്ഷിക്കാനുള്ള യോഗ്യത 10ാം ക്ലാസ് കുറഞ്ഞത് 50% മാർക്കോടെ വിജയിച്ചിരിക്കണം. ബന്ധപ്പെട്ട ട്രേഡിൽ NCVT അല്ലെങ്കിൽ SCVT അംഗീകൃത ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രായപരിധി പൊതുവെ 15 മുതൽ 24 വയസ്സ് വരെ. സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടപ്രകാരം പ്രായ ഇളവുണ്ട്. അപേക്ഷ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുക. ശേഷം വ്യക്തിഗത വിവരങ്ങൾ, വിദ്യാഭ്യാസ വിവരങ്ങൾ, ITI വിവരങ്ങൾ എന്നിവ പൂരിപ്പിക്കുക. തുടർന്ന് ഫോട്ടോ, ഒപ്പ്, ആവശ്യമായ രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ നൽകുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. SSLC സർട്ടിഫിക്കറ്റിലെ പേരും ജനനത്തീയതിയും അപേക്ഷയിൽ അതേപടി നൽകണം. ITI ട്രേഡ് നിങ്ങൾ അപേക്ഷിക്കുന്ന ട്രേഡുമായി പൊരുത്തപ്പെടണം. മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ശരിയായി നൽകുക. കാരണം എല്ലാ അറിയിപ്പുകളും അവ വഴിയാണ് ലഭിക്കുക. അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് അല്ലെങ്കിൽ PDF കോപ്പി എടുത്ത് സൂക്ഷിക്കണം. സ്റ്റൈപ്പൻഡ് തിരഞ്ഞെടുക്കപ്പെടുന്ന അപ്രൻറ്റീസുമാർക്ക് അപ്രൻറ്റീസ് ആക്ട് 1961 പ്രകാരമുള്ള നിബന്ധനകൾ അനുസരിച്ച് സ്റ്റൈപ്പൻഡ് ലഭിക്കും. നിലവിലെ നിരക്കുകൾ പ്രകാരം പ്രതിമാസം ഏകദേശം 9,000 രൂപ മുതൽ 12,300 രൂപ വരെയാണ് സ്റ്റൈപ്പൻഡ് ഉള്ളത്. പരിശീലന കാലാവധി മിക്ക ട്രേഡുകൾക്കും 1 വർഷമാണ്. ചില പ്രത്യേക ട്രേഡുകൾക്ക് 6 മാസം മുതൽ 1 വർഷവും 3 മാസവും വരെ പരിശീലന കാലാവധി നീളാറുണ്ട്. റെയിൽവേയിൽ പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്ന ITI വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരമാണ് ഈ വിജ്ഞാപനം. ഒഴിവുകളുടെ എണ്ണം ഭരണപരമായ ആവശ്യങ്ങൾക്കനുസരിച്ച് വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യാമെന്ന് റെയിൽവേ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനം നോക്കുക. വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യുക.